ജയസോസ്ത്രം യേശുവെ നന്ദി. എൻ്റെ പേര് ജെയ്സി. ഞാൻ മണ്ണഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 21/1/23 വർഷത്തിലാണ് ഞാൻ എടുത്തത്. എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഒരു ഭവനമില്ലായിരുന്നു. 8 വർഷമായിട്ട് എനിക്കൊരു ഭവനമില്ലായിരുന്നു. അതിന് ഞാൻ പല സ്ഥലത്ത് പോയിട്ടും എനിക്ക് കിട്ടിയില്ല. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാനിവിടെ വന്ന് ഞങ്ങൾ 4 പേരും കൂടെ ഇവിടെ വന്ന് മണ്ണെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഉപ്പും മണ്ണും മാതാവിൻ്റെ നേർച്ച വസ്തുവായ എല്ലാം ഞാൻ ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ചിട്ടി ഉണ്ടായിരുന്നു. അത് വീണ് കിട്ടി. അതിൽ നിന്ന് എനിക്ക് വീട് പണി ആരംഭിച്ച് ഇപ്പോൾ 1 വർഷത്തിന് മേളിലായി എൻ്റെ വീട് പണി പൂർത്തിയായി. ഞാൻ ഈ മാസം 23-ാം തീയതി എനിക്ക് അമ്മ മാവ് തന്ന ആ നല്ല ഭവനത്തിലേക്ക് താമസിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. രണ്ടാമത്തത്, എൻ്റെ മകൾ നേഴ്സാണ്. അവൾ നേഴ്സിംഗ് പഠിച്ച ആദ്യത്തെ വർഷം അവൾ പാസ്സായി. 2ാമത്തെ വർഷം അവൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഇനി ഞാൻ പരീക്ഷയ്ക്കൊന്നും ജയിക്കത്തില്ല. ഞാൻ പറഞ്ഞ്, മോളെ അങ്ങനെ പറയരുത്, മോൾ പ്രാർത്ഥിച്ചു, അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മോൾ പാസ്സാവും. അതുകൊണ്ട് എനിക്ക് കിട്ടിയ നേർച്ച വസ്തുവായ എണ്ണയും ഉപ്പും തേനും എല്ലാം ഞാൻ കാശ് രൂപവും കൊടുത്തു വിട്ടിരുന്നു. ഉടമ്പടി തൈലം എല്ലാം ഞാൻ കൊടുത്തു വിട്ട് അവളത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടി 4 ഇയറും പാസ്സായി. അവളിപ്പോൾ വീടിനടുത്ത് ചെറിയൊരു ജോലിയിൽ അവൾ പോകുന്നു. പിന്നെ 3ാമത്തെ അനുഗ്രഹം, എനിക്ക് ബ്ലീഡിങ് സംബന്ധമായ അസുഖം 4 വർഷമായിട്ടുണ്ടായിരുന്നു. ഞാൻ കാണാവുന്ന ഡോക്ടർമാരെ എല്ലാവരെയും കാണുമായിരുന്നു. എല്ലാവരും പറഞ്ഞ് മരുന്ന് തരും, മാറും. പിന്നെ ഇത് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ഇവിടുത്തെ എൻ്റെ ഉടമ്പടി വസ്തുവായ നേർച്ച വസ്തു എല്ലാം ഞാൻ ഉപയോഗിച്ച് എൻ്റെ അടിവയറ്റ് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് 11 മാസമായിട്ട് കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ വന്നു പോകുന്നുണ്ട്. കുഴപ്പമില്ല. എല്ലാ അനുഗ്രഹങ്ങളും, ഇതിലും വലിയ കുറേ അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് പറയാനുള്ള സാക്ഷ്യം പറയാനുള്ള ആളുകൾ എൻ്റെ കൂടെ ഇല്ല. അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയുന്നതായിരിക്കും. ഇത്തരം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി പത്രങ്ങൾ ഇവിടുന്ന് മേടിക്കുന്ന വസ്തു ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകളും എല്ലാ വീടുകളിലും കടകളിലും ഒക്കെ കൊടുത്ത് ഞങ്ങളത് പ്രേക്ഷിത പ്രവർത്തനം നടത്താറുണ്ട്. കാരുണ്യപ്രവൃത്തികളായിട്ട് എൻ്റെ ഓട്ടിസം വായിച്ച കുട്ടികൾക്ക് ഞാൻ ഫുഡ് വിതരണം കൊടുക്കാറുണ്ട്. അവിടെ പോയി അവരെ കാണുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും ചെയ്യും. എൻ്റെ പരവാസ്തോലി സംബന്ധിച്ച് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാൻ നേർന്നിട്ടുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. കൊടുത്തിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിയുള്ളൂ. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. പോകുന്നത് വഴിയിൽ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോകാറുള്ളത്. ആ ഓരോ ജപമാലയും ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ചെല്ലാറ്. മരിച്ചവർക്കും ശുദ്ധ സരസിലെ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ ജപമാല എത്തിക്കുന്നത്, വീട്ടിൽ തിരിച്ചു വരുന്നിടം വരെയും. പിന്നെ കാശുരൂപങ്ങളും എല്ലാം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ആളുകൾക്ക് മേടിച്ചു കൊടുക്കാറുമുണ്ട്. ആരെന്നോട് വന്ന് രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യാതെ ഞാൻ പോരാറില്ല. എന്നെക്കൊണ്ട് കഴിവുള്ള പോലെ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ വലിയ സാമ്പത്തികമുള്ളവരൊന്നും അല്ല, എങ്കിലും എന്നെക്കൊണ്ട് കഴിവുള്ള പോലെ ഞാൻ ചെയ്യാറുണ്ട്. ഇത്തിരി അനുഗ്രഹങ്ങളൊക്കെ തന്ന എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. ഇനി എനിക്ക് ഇതിലും വലിയ അനുഗ്രഹങ്ങളും പറഞ്ഞ് സാക്ഷ്യം പറയാനുള്ള എനിക്ക് വേദി ഒരുക്കി തരണേന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65:21. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, ജെയ്സിയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത്, ജീവനോടുകൂടി ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ ഇനിയും എനിക്ക് വന്ന് പ്രതിഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി മാറണമെന്ന്. ഉടമ്പടി ജീവിതത്തിൽ കറകൂടാതെ ഉടമ്പടി അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഇനിയും നിങ്ങൾക്ക് ഉടമ്പടിയിൽ വന്ന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് പ്രതിഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാകാൻ സാധിക്കും. ഇവർ ചെയ്തത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും യൂട്യൂബിലുള്ള ആരാധനയുടെ സാന്നിധ്യവും അത് ഷെയർ ചെയ്യുകയും അത് സ്റ്റാറ്റസ് ഇടുകയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന സമയങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ക്ലാസ്സിൽ പറയാറുണ്ട്, സിനിമ നോട്ടീസ് കൊടുക്കുന്നത് പോലെ കൊടുക്കരുത്.
പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ ആ പത്രം എടുത്ത് ആർക്കാണ് അർഹതപ്പെട്ടത് അവരുടെ കയ്യിൽ എത്തിക്കാൻ പരിശുദ്ധമ്മേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലമെടുത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേ കൊടുക്കുന്നത് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയാണ്. അങ്ങനെ ആഴപ്പെടുത്തിയേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ പരിശുദ്ധമ്മ അവർക്ക് നൽകിയ വൻ കൃപകളാണ്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം.